മഞ്ജുസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 100 രൂപയ്ക്ക് 3 റോസാ ചെടികൾ മേടിച്ചായിരുന്നു. അപ്പോൾ ഒരാഴ്ചയായി മേടിച്ചിട്ട് അപ്പോൾ അതിവിടെ നടാതെ വച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതെടുത്ത് നടുന്ന ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന്. മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതുകൂടാതെ തന്നെ വേറെ ഏതെങ്കിലും വളം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഇതാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. നമ്മൾ വാങ്ങിച്ച് നടുന്ന റോസാ ചെടികൾ ആദ്യം 1-2 പൂവൊക്കെ പൂത്തതിന് ശേഷം പിന്നെ ഇലകളെല്ലാം കൊഴിഞ്ഞ് അത് ഉണങ്ങിപ്പോവാറാണ് ചെയ്യാറ്. പക്ഷെ അതിനൊരു കാരണമുണ്ട്, അത് ചെടി നടുന്ന സമയത്ത് പറയാം. ിലേക്ക് നമുക്ക് കരിയിലകൾ ഇട്ട് നിറച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണലും മണ്ണും ചാണകപ്പൊടിയും ഇവയെല്ലാം ചേർത്ത മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിട്ട് വച്ച് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് താന്നു പോകുന്നതാണ്. താന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് വേറെ വളങ്ങളൊക്കെ ഇത് ചെയ്ത് കൊടുക്കാനും പറ്റും. കരിയില ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ നനവ് വരുമ്പോൾ നന്നായിട്ട് അത് മണ്ണിനോട് അലിഞ്ഞു ചേരുകയും ചെയ്യും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മണ്ണ് വളരെ കുറച്ച് മതിയാവും. ഈ പോട്ടി മിക്സിലോട്ട് നമുക്ക് റോസാ ചെടി നട്ടു കൊടുക്കാം. നട്ടു കൊടുക്കുമ്പോഴത്തേക്ക് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ബ്ലേഡ് വെച്ച് കീറി ഈ കവറിൽ നിന്ന് ഈ മണ്ണോടെ തന്നെ ഈ ചെടി പുറത്തെടുക്കണം. കവറിൽ നിന്ന് ചെടി ഇളക്കിയ ശേഷം അടിഭാഗത്തുള്ള മണ്ണ് കുറേശ്ശെ നമ്മൾ ഇളക്കിക്കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ നടാവൂ. അതുകൊണ്ടാണ് നമ്മുടെ ചെടി വളരാതെ മുരടിച്ച് പോകാനുള്ള കാരണം. എല്ലാവരും നേഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന തൈകൾ അതുപോലെ നടാറാണ് പതിവ്. അതുകൊണ്ടാണ് ഇലകളെല്ലാം പൊഴിഞ്ഞ് നമ്മുടെ ചെടി ഉണങ്ങിപ്പോകാൻ കാരണമാകുന്നത്. കവർ പൊട്ടിച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ നടുകയാണെങ്കിൽ നേഴ്സറിയിലെ മണ്ണിനാണെങ്കിൽ ചെറിയ പശപ്പുള്ളത് കാരണം നമ്മുടെ പോട്ടിംഗ് മിക്സിലുള്ള മണ്ണുമായിട്ട് ഇതിന് കൂടിച്ചേരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് അടിഭാഗത്തുള്ള മണ്ണ് ഇളകിക്കളഞ്ഞതിന് ശേഷം മാത്രം നട്ടാൽ മാത്രമേ നമ്മളെ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു വരത്തുള്ളൂ, ശരിക്കും പൂക്കളൊക്കെ ഇടത്തുള്ളൂ. റോസാ ചെടി മാറ്റി നടുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം വെള്ളത്തിലിറക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്കതിൽ നിന്ന് ഈസി ആയിട്ട് തന്നെ മണ്ണ് പൊടിച്ച് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വെള്ളത്തിൽ ഇടാതെയാണ് പൊടിച്ചെടുത്തത്. റോസാ ചെടിയുടെ വേര് കാണുന്ന രീതിയിൽ മണ്ണിളക്കി കളഞ്ഞിട്ട് നട്ടാൽ മാത്രമേ റോസാ ചെടി നമ്മുടെ പോട്ടിംഗ് മിക്സുമായിട്ട് ചേർന്ന് നല്ല രീതിയിൽ വളങ്ങളെല്ലാം വലിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. റോസാ ചെടി നേഴ്സറിയിലൊക്കെ നടുന്നത് ഒരു പശ ഉള്ള മണ്ണിലാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വേരുകൾ വരാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ മണ്ണ് ഇളക്കി മാറ്റിയിട്ട് നട്ടാൽ മാത്രമേ നമ്മുടെ പോട്ടിംഗ് മിക്സിൽ നിന്ന് വളങ്ങൾ വലിച്ചെടുക്കാൻ ചെടിക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ നല്ല ആരോഗ്യത്തോടെ തന്നെ നമ്മളെ ചെടി വളർന്നു കിട്ടുകയും പൂക്കുകയും ചെയ്യും. പൂക്കൾ വന്നതിന് ശേഷം പൂ പൂത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരില താഴത്തായിട്ട് വെച്ച് കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ നിറയെ വേറെ ശിഖരങ്ങൾ വന്നിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. മണ്ണ് നിറയ്ക്കുമ്പോൾ മണ്ണിടുന്നത് ബഡിന് താഴെ നിന്നാൽ മതി. നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ ബഡിൽ ചുറ്റിയിരിക്കുന്ന കവർ ഇളകിക്കളഞ്ഞതിന് ശേഷം മാത്രമേ നടാവൂ.
ചെടികളെല്ലാം വെയിൽ കൊള്ളാതെ ഏതെങ്കിലും ഷെയ്ഡിൻ്റെ അടിയിൽ വയ്ക്കാവുന്നതാണ്. 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വയ്ക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.